ഇത് ഫസ്റ്റ് ഷോർട്ടാണ്. ഞാൻ ഇസക്കുട്ടി എന്ന് പറയുന്ന ചാനലിൽ ഞാൻ ഫസ്റ്റ് വ്ളോഗാണ് എടുക്കുന്നത്. ഈ ഒരു ഷോർട്ടിൽ ഞാൻ എൻ്റെ കസിൻ തന്നു വിട്ട കുറച്ച് സാധനങ്ങളാണ്, എൻ്റെ ഇപ്പം കയ്യിൽ കിട്ടിയ സാധനങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ബാക്കി കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ എൻ്റെ അനിയത്തിയുടെ കയ്യില്ല. ബാക്കി ഞാൻ അടുത്ത ഒരു വ്ളോഗിൽ ഞാൻ ഇട്ടും. പിന്നെ ഈ ഒരു സാധനങ്ങൾ റിവ്യൂ എല്ലാം ഞാൻ അടുത്ത വ്ളോഗിലാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇതാണ്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഒരു ജെംസിൻ്റെ സ്റ്റിക്കേഴ്സാണ്. ജെംസിൻ്റെ ഒരു സ്റ്റിക്കർ ഷീറ്റാണ് ഇത്. ഇത്ര നല്ല 100 കൂടുതൽ ഇതാണ് എൻ്റെ ഒരു ഔട്ടർ പാക്കേജിൽ പറഞ്ഞത്. ഔട്ടർ പാക്കേജൊക്കെ ഞാൻ കളഞ്ഞു, ഇച്ചിരി ഇതായിപ്പോയി. അപ്പോൾ ഔട്ടർ പാക്കേജൊക്കെ ഞാൻ കളഞ്ഞ് തൊട്ട് നോക്കാൻ വേണ്ടി, ഫീലിംഗ് അറിയാൻ വേണ്ടി. അപ്പോൾ ഇതാണ് ഒരു ഇതിൻ്റെ പല കളേഴ്സാണ്. ഇതാണ് ഇത്. പിന്നെ എനിക്ക് ഈ 2 കോംബോ ഇട്ടിട്ടുണ്ട്. ഇതെന്നെ എനിക്ക് ബ്രഷ് പെൻ കൊണ്ട് അടിച്ചത്. വൈറ്റ് ആയിട്ടാണ്, പിങ്ക് അല്ല. അതിൻ്റെ മിസ്റ്റേക്കായിട്ട് സോറി. നല്ലൊരു ബ്രേസ്ലെറ്റ് ആണ്. എനിക്ക് ആകെ ഈ ഒരു ബ്രേസ്ലെറ്റിൽ ഇഷ്ടപ്പെടാത്ത കാര്യം ഈ ഒരു നിൽക്കണം മോതിരം. എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടില്ല. കാരണം ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ ഈ ഒരു സാധനം പറ്റിയിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. ബ്രേസ്ലെറ്റ് നല്ല രസമുള്ള ബ്രേസ്ലെറ്റ് ആട്ടോ. നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. ഈ ഒരു ഹാർട്ട്സ് ഒക്കെ ഉണ്ട്. എനിക്ക് ഹാർട്ടിൻ്റെ ലവറാണ് ഞാൻ, ഹാർട്ട് ലവർ. പിന്നെ മോതിരമൊക്കെ നല്ലതാട്ടോ, ഞാൻ ബാഡാന്ന് ഞാനൊരു കൊള്ളില്ലെന്ന് ഞാൻ പറയൂല, ലൈക്ക് നല്ലൊരു ഇതാണ്. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഈ ഒരു സ്റ്റിക്കേഴ്സ്, ഒരു പെറ്റ് വേർഷൻ ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സാണിത്. അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. എത്രയാണ്? 50 പീസസ് ആണ്. 50 സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതുപോലത്തെ തന്നെ വേറൊരെണ്ണം, കപ്പ് കേക്ക്, അതുപോലത്തെ ഒരു ഡിസൈൻ്റെ ആണിത്. നല്ലൊരു ക്വാളിറ്റി ആണെന്ന് തോന്നുന്നത്. ഇതിൽ തന്നെ 2 എണ്ണം ഉണ്ടായിരുന്നു. ഞാൻ ഒരെണ്ണം എനിക്ക് തോന്നുന്നു ഞാൻ 2 എണ്ണം ഒരെണ്ണം ഞാൻ ഇതുപോലത്തെ തന്നെ സെയിം ഉണ്ട് ഒരെണ്ണം, അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇതൊന്നും എടുത്തേ. പിന്നെ എനിക്ക് ഈ ഒരു മൾട്ടിപ്പെൻ കിട്ടിയിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു വെറൈറ്റി, എനിക്ക് വേണ്ടി വെറൈറ്റിയാണ്. കാരണം ഇതുപോലത്തെ സാധനം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നുവെച്ചാൽ എനിക്കുള്ളതൊക്കെ എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു പടം ഉണ്ടാവില്ല, സാധാരണ ഇങ്ങനെ ഫിഗർ കൊണ്ട് ഒരു കവർ ചെയ്ത് ചെയ്യുക, എന്നിട്ട് ആ ഫിഗർ ഞെക്കിയാൽ എഴുതുക. എനിക്ക് അതായിട്ട് ഇതുപോലെ കിട്ടണം. ഇതിൻ്റെ ഫിഗർ ഒന്നും പോയിട്ടില്ല, കാരണം ഇങ്ങനെ തന്നെയായിരുന്നു ആ പാക്കേജിൽ കിട്ടിയത്, ഇതുപോലെ തന്നെ. അല്ലാണ്ട് ഇതിൻ്റെ മുകളിൽ ഫിഗറൊന്നും ഇല്ലായിരുന്നു. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ കോംബോ ആയതുകൊണ്ട് അങ്ങനെ ഫിഗർ വയ്ക്കാൻ പറ്റില്ല. ഇത് 8 കളേഴ്സാണ്. നല്ലൊരു ഇതാണ്. ഇത് എനിക്ക് വെറൈറ്റി എന്ന് തോന്നി, കാരണം മറ്റൊരു പെൻസിനേക്കാളും നമ്മൾ ഈ സാധനം ഒന്ന് ഞെക്കി പിടിച്ചിട്ട് താത്തിയാലാണ് ഈ ഒരു സ്ഥലത്ത് താഴേക്ക് പോരുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ പെൻ നന്നായിട്ട് വർക്കാവും. ഇവിടെ അടുത്ത് ന്യൂസ് പേപ്പറുണ്ട്. ഞാൻ അടുത്ത ബ്ലോഗിൽ ഞാൻ കാണിച്ചു തരാം. എല്ലാ കളേഴ്സൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ഇതിൽ 8 കളേഴ്സ്, യെല്ലോയും ലൈറ്റ് ബ്ലൂവും മാത്രമേ ഇതിലില്ല. എനിക്ക് വേറൊരു പെന്നുണ്ട് ഇതുപോലത്തെ തന്നെ, പക്ഷെ ഒരു ഡൈനസോർ വേർഷൻ. അത് എനിക്ക് അതിൽ 10 കളേഴ്സ് ഉണ്ട്. പിന്നെ ഇതുള്ളൂ. ഇനി അടുത്ത ബ്ലോഗിൽ കാണാം. ബൈ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.